നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പുറത്തുവരുന്നത്. നടൻ മുകേഷിനെതിരെ പ്രതിഷേധവുമായി യുവമോർച്ചയും മഹിളാ കോൺഗ്രസും ആർഎസ്പിയും. മുകേഷിന്റെ കൊല്ലത്തെ വീട്ടിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തിയിരിക്കുകയാണ്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുന്നത്. നടനും എംഎൽഎയുമായ മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവരിൽ നിന്ന് ശാരീരികമായും വാക്കാലുമുള്ള അതിക്രമം നേരിട്ട് എന്ന ഒരു വെളിപ്പെടുത്തലുമായി നടി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് മുകേഷിനെതിരെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. അമ്മയിൽ അംഗത്വത്തിന് ശ്രമിച്ചപ്പോൾ ഇത്രയും പേർക്ക് കിടക്ക പങ്കിടണമെന്ന ആവശ്യമാണ് പറഞ്ഞത്. കിടക്ക പങ്കിട്ടാൽ മാത്രമേ അമ്മയിൽ അംഗത്വം നൽകുമെന്ന് മുകേഷ് പറഞ്ഞുവെന്നും നടി വെളിപ്പെടുത്തി. താൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാൻ കഴിയില്ലെന്നും മുകേഷ് പറഞ്ഞു. അക്കാലത്ത് തന്നെ ഇക്കാര്യം താൻ തുറന്നു പറഞ്ഞിരുന്നു. അഡ്ജസ്റ്റ്മെന്റുകളോട് പൊരുത്തപ്പെടാനാകാതെ മലയാളം ഫിലിം ഇൻഡസ്ട്രി വിട്ട് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നു എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ. എന്തായാലും മുകേഷിനെതിരെ ഈ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ രാജി സമ്മർദ്ദം കൂടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രഞ്ജിത്തും അതുപോലെ തന്നെ സിദ്ദിഖും ഒക്കെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും ഈ ഒരു ആരോപണങ്ങൾ വന്ന സാഹചര്യത്തിൽ രാജിവെച്ചിരുന്നു. ഇപ്പോൾ മുകേഷിനെതിരെ രാജി ആവശ്യം ശക്തമാവുകയാണ്. യുവമോർച്ച അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ മാർച്ചിന്റെ ദൃശ്യങ്ങൾ കാണാം. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, മുകേഷ് എന്നൊരു എംഎൽഎ, പീഡനവീരൻ എംഎൽഎ. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, മുകേഷ് എന്നൊരു എംഎൽഎ, പീഡനവീരൻ എംഎൽഎ. രാത്രി വിളിച്ചാൽ തെറി പറയും, രാത്രിവാതിൽ മുട്ടാൻ മടിയില്ല. രാജിവെക്കോ പുറത്തു പോകും. ശ്രീ അഭിഷേക് മുണ്ടക്കൽ, പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ഹരീഷ് കക്കടം, പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ, യുവമോർച്ചയുടെ സമര ഭടന്മാർ.
കഴിഞ്ഞ 4-5 ദിവസക്കാലമായി കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട്. 2017 കാലഘട്ടത്തിൽ കേരളത്തിലെ സുപ്രസിദ്ധമായ ഒരു സിനിമാ നടിക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരമായ പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ, സിനിമാ മേഖലയിലെ വനിതകൾ, സ്ത്രീകള്, പെൺകുട്ടികൾ അനുഭവിക്കുന്ന ക്രൂരമായ വിവേചനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വനിതാ സംഘടനകൾ കൊടുത്ത നിവേദനത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ 3 അംഗ കമ്മീഷനായിട്ടുള്ള ഹേമ കമ്മീഷൻ അതിന്റെ അന്വേഷണം 2017 ആഗസ്റ്റ് മാസം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. ആ കമ്മീഷനിൽ തന്നെ സുപ്രസിദ്ധയായ നടി ശ്രീമതി ശാരദ, അതോടൊപ്പം തന്നെ മുൻ IAS ഉദ്യോഗസ്ഥയായിട്ടുള്ള KB വത്സലകുമാരി, അങ്ങനെ 3 പേരടങ്ങുന്ന കമ്മീഷന്റെ കഴിഞ്ഞ 2.5 വർഷക്കാലം 2017 ആഗസ്റ്റിൽ തുടങ്ങി 2019 ഡിസംബർ മാസം അവസാനിപ്പിക്കുന്ന 2.5 വർഷക്കാലം നിൽക്കുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് 2019 മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക്, മുഖ്യമന്ത്രിയുടെ മേശയിലേക്ക് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ട് കഴിഞ്ഞ 4.5 വർഷക്കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മുകളിൽ അടയിരിക്കുകയാണ്. ഈ നാട്ടിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പീഡനത്തിനെതിരെ ശക്തമായ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹേമ കമ്മീഷൻ 300 പേജുള്ള അന്വേഷണ കുറ്റപത്രം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. ഈ 4.5 വർഷക്കാലവും മുഖ്യമന്ത്രി അതിന്റെ പിന്നിൽ അടയിരുന്നു കൊണ്ട് യാതൊന്നും ചെയ്യാതെ അതിനെ സംബന്ധിച്ച് യാതൊരു അന്വേഷണവും നടത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? കഴിഞ്ഞ ദിവസം മാത്രമാണ് 4 വനിതാ SP മാർ അടക്കമുള്ള 7 അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത്. എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് ഭാരതീയ ജനതാ യുവമോർച്ച ചോദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യം.